അദ്ദേഹത്തിന്റെ 100% ഫണ്ട് വിനിയോഗം എന്താണ് എന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ട ഒരു വിഷയമാണ്. അത് LDF വ്യക്തമാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതിനകത്ത് MP ഫണ്ടുകൾ വിനിയോഗിക്കുക മാത്രമല്ല, MP ഫണ്ട് 100% വിനിയോഗിച്ചു എന്ന് പറയുന്നത് മാത്രമാണ് ഒരു MPയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ വിനിയോഗിച്ചതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളും വിഷയങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് അവർ തന്നെ വ്യക്തമാക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ UDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയായി ഇന്ന് രംഗത്തിറക്കിയിരിക്കുകയാണ്. അത് ഞങ്ങൾ വളരെ കൃത്യമായ നിലയിൽ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അദ്ദേഹത്തെ UDF നേതൃത്വം പരിഗണിച്ചതും കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസും ഒക്കെ തീരുമാനിച്ച് UDFന്റെ അംഗീകാരത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നിരിക്കും. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വിജയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. 2-3 കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ബേസിക്കലി ഇത് കോട്ടയം പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി ഒരു UDFന് മേൽക്കൈയുള്ള നിയോജകമണ്ഡലങ്ങളിലൊന്നാണ്. ഇവിടെ കോട്ടയം പാർലമെന്റിലെ 7 അസംബ്ലി